അർജുൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മനസ്സിൽ വിചാരിച്ച് കൂട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അഞ്ജലിക്ക് അർജുൻ ആരൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി അർജുനെ വിളിക്കുന്നത്. ഇല്ലെങ്കിൽ അർജുനെ വിളിക്കുകയോ ചിന്തിക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ അഞ്ജലിക്കില്ല കേട്ടോ. അഞ്ജലി അർജുൻ ബന്ധം അവസാനിപ്പിക്കേണ്ട നിന്റെ കടമയായിരിക്കണം എന്ന് പറഞ്ഞ ഒരു ഭീഷണി കൂടി മിക്കവാറും കാവ്യ അനുപമയുടെ പറയാനും ചാൻസ് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രമേയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹം ഏകദേശം അവര് അങ്ങ് ഉറപ്പിച്ച മട്ടാണ് കേട്ടോ. വിവാഹ തീയതി ഇന്ന് നിശ്ചയിച്ചു. പക്ഷെ അർജുൻ അതിന് എല്ലാ രീതിയിലും എതിർത്തിട്ടുകൊണ്ട് അപ്പൊ അർജുനോടൊന്നും ഒരു വാക്ക് പോലും ചോദിക്കാതെയാ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ തീയതി നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ദേഷ്യവും വിഷമവും എല്ലാം അർജുൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ രാഘവനുണിയും കുറുപ്പും കാവ്യയും എല്ലാം കൂടി ഈ വിവാഹത്തെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അർജുന്റെ വാക്കിനും മനസ്സിനും ഒരു വിലയും ഈ രാഘവനുണ്ണി കൊടുക്കുന്നില്ല എന്നത് വളരെ സങ്കടം തന്നെ. കാലം മാറി, കാലഘട്ടമൊക്കെ മാറി, എന്നിട്ടും രാഘവനുണ്ണി മാറിയിട്ടില്ല. ആ ഒരു പഴയ സിദ്ധാന്തങ്ങളും, അതായത് വീട്ടിലെ കാണുന്നവരെല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിക്കും എന്നൊരു സെറ്റപ്പിലാണ് പുള്ളി ഉള്ളത്. അർജുനോട് മുത്തശ്ശി ഇത് പറയുന്നുണ്ട്, കാലം മാറിയതും തലമുറ മാറിയതും ഒന്നും ഈ രാഘവനുണ്ണിക്ക് പ്രശ്നമല്ല, പുള്ളി ഇത് ശ്രദ്ധിക്കുന്നുമില്ല. എന്താണെങ്കിലും അർജുനെ എതിർത്തു. എന്നോട് ചോദിക്കാതെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, എൻ്റെ വിവാഹ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ ഒരു രീതിയിലും അർജുൻ താല്പര്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് രാഘവനോട് ഒരു ചെവി വഴി കേട്ട് മറ്റേ ചെവി വഴി വിട്ട അവസ്ഥയാണ് കേട്ടോ ഉള്ളത്. എന്താണെങ്കിലും വിവാഹ തീയതി ഉടനെ തന്നെയാണ്, ചിങ്ങമാസത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചു. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, അർജുനും മുത്തശ്ശി ഒഴികെ ബാക്കി എല്ലാവരും സന്തോഷത്തിലാട്ടോ ഉള്ളത്. എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീയതിയൊക്കെ നിശ്ചയിച്ച് സന്തോഷത്തോടെ പിരിയുന്ന കുറുപ്പിനെയും കാവ്യയും രാഘവനുണ്ണിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ. പക്ഷേ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ അവർ ഉറപ്പിച്ചത് കൊണ്ട് ദൈവ നിശ്ചയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയാലോ. അപ്പൊ അർജുൻ ഇഷ്ടം നമ്മുടെ അഞ്ജലിക്കുട്ടിയെയാണെന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പൊ അതേ നടക്കാനായിട്ട് പോകുന്നുള്ളൂ. അർജുന് എതിർത്ത് ഇവരെന്തെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ട് ഉണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ മാത്രമേ ഇരുന്നു കൊള്ളട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഏറ്റവും പുതിയ പ്രമേയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ഏറ്റവും പുതിയ പ്രമേയിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇന്ന് വിവാഹം ഉറപ്പിച്ചെങ്കിൽ നാളെ വിവാഹം മുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ പ്രമേയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ വീക്കെൻഡ് പ്രമേയിൽ കണ്ട അതായത് അഞ്ജലിയും അർജുനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള സത്യം കാവ്യ തിരിച്ചറിയുന്ന ഒരു സീനാട്ടോ പ്രൊമോയിൽ ആദ്യം കാണിച്ചത്. ആദ്യം നമ്മൾ കാണുന്നത് അഞ്ജലി രാജീവിനെ, അത് നമ്മുടെ അർജുനെ, രാജീവ് ഒന്ന് വരാവോ, അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു കാര്യം സംസാരിക്കാൻ ഉണ്ടായിരുന്നു, ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നമ്മുടെ അർജുനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അഞ്ജലി ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ആ നിമിഷത്തിലാണ് അഞ്ജലിയുടെ ഫോൺ വരുന്നത്, ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അർജുൻ പിന്നെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അർജുൻ ആണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് എന്തൊക്കെയോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി, എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ജീപ്പ് എടുത്ത് അപ്പൊ തന്നെ ഇറങ്ങി എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് സംഭവം മീറ്റ് ചെയ്യാന്ന് അഞ്ജലി അർജുനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം വളരെ റൊമാൻറ്റിക് ആയിട്ടും നല്ല ഒരു ഇതോട് കൂടിയിട്ട് നമ്മുടെ അർജുൻ വന്ന് ജീപ്പിൽ ഇറങ്ങും. പുള്ളി ഭയങ്കര വേറൊരു സംഭവം ഉണ്ട്. അർജുന്റെ കയ്യിൽ അന്ന് നമ്മുടെ അഞ്ജലിയുടെ കയ്യിൽ മിസ്സായ ടവലുണ്ട്, അതൊക്കെ പിടിച്ച് പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വന്ന് ഇറങ്ങി പോവാണ്. ആ സമയത്താണ് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത് കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ കാവ്യയുണ്ട്. അർജുനെ കണ്ടാൽ പിന്നെ കാവ്യയുടെ മുഖവും മനസ്സും എന്തായിരിക്കും നമുക്കറിയാലോ. അപ്പൊ അർജുനെ കാണുമ്പോഴത്തേനും കാവ്യ അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവട്ടോ. പക്ഷെ അപ്പോഴും കാവ്യ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇത്രയധികം സന്തോഷം അർജുന്, എന്താണ് ഇത്ര വളരെ ഹാപ്പിയാണല്ലോ. ഇന്നലെ ആള് പൊട്ടിത്തെറിച്ച മുഖത്തോടെ കണ്ട ആള് ഇതുവരെ കാണാത്ത അത്ര സന്തോഷത്തിൽ കാണുന്നു. അർജുന് ഒരു പക്ഷേ കാവ്യ ഇത്രയധികം സന്തോഷത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ കാവ്യ ആലോചിക്കുക, എന്തായിരിക്കും സംഭവം, ഇത്ര
അങ്ങനെയാണെങ്കിൽ നേരെ ഒന്നും ചെന്ന് മുട്ടാതെ എന്ത് സംഭവം നോക്കട്ടെ, റെസ്റ്റോറൻറ്റിൽ ആരെയായിരിക്കും കാണാനായിട്ട് വന്നിട്ടുള്ളതെന്ന് നോക്കട്ടെ എന്ന് കാവ്യ ഒരു പക്ഷെ വിചാരിക്കും. അങ്ങനെ കാവ്യ പതുക്കെ അർജുൻ്റെ പുറകെ പോകും. ഡയറക്റ്റ് ആദ്യം ചെന്ന് മിണ്ടാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. അപ്പം അർജുൻ അവിടെ ചെന്ന് റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫോണൊക്കെ വിളിച്ച് നോക്കി, നമ്മുടെ അഞ്ജലിക്കുട്ടീൻ്റെ ഫോൺ വിളിച്ച് നോക്കിയിട്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്ത് സംസാരിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ തുടങ്ങിയാണ്. മിക്കവാറും അഞ്ജലി സംസാരിക്കാനായിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ചികിത്സയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. കാരണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് റേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഞ്ജലിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് മിക്കവാറും അർജുനോട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അഞ്ജലി വിളിച്ചത് എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അർജുൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മനസ്സിൽ വിചാരിച്ച് കൂട്ടിയിട്ടുണ്ടാവുക. പക്ഷെ അഞ്ജലിക്ക് അർജുൻ ആരൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി അർജുനെ വിളിക്കുന്നത്. ഇല്ലെങ്കിൽ അർജുനെ വിളിക്കുകയോ ചിന്തിക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ അഞ്ജലിക്കില്ല കേട്ടോ. എന്താണെങ്കിലും അച്ഛനുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ കേസും അച്ഛനെ കൊണ്ടുപോയ കാര്യങ്ങളോ അതൊക്കെ പറയാനായിട്ട് ഒരു ടെൻഷൻ റിലീഫിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും അഞ്ജലി അർജുനോട് വരാൻ പറഞ്ഞിട്ട്. എന്താണെങ്കിലും ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാവ്യ ഇത് രഹസ്യമായിട്ട് അപ്പോൾ കാണും കേട്ടോ. അഞ്ജലിനെയും അർജുനെ അങ്ങോട്ട് ഒരുമിച്ച് കാണുകയാണ്. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ നിമിഷം കാവ്യ ആലോചിക്കുന്ന പറയുന്ന കാര്യം നമ്മൾ പുറമേല് കണ്ടു. ഇത്ര റൊമാൻറ്റിക് ആയിട്ട് ഇവൻ വന്നത് ഈ പെണ്ണിനെ കാണാനാണല്ലേ എന്ന് വിചാരിക്കും. അങ്ങ് കാവ്യ അങ്ങോട്ട് ആ നിമിഷം പോയി ഒരു പക്ഷെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ കാവ്യ അത് ചെയ്യില്ല. മൊബൈലിൽ അത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവൾ തിരിച്ചു പോകും. പിന്നെ കത്തുന്ന മനസ്സായിരിക്കുമല്ലോ കാവ്യയുടെ. അപ്പം ഈ അഞ്ജലി ആണെന്ന് മനസ്സിലാക്കും. അപ്പൊ ഇത് ആദ്യം ആരോടായിരിക്കും പോയി പറയുക? ആദ്യം തന്നെ ഈ സംഭവം പറയാൻ പോകുന്ന മിക്കവാറും അനുപമയോടായിരിക്കും കേട്ടോ. അപ്പൊ പ്രൊമോയില് അനുപമയെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനുപമയോട് ചെന്ന് പറയും, ഞാനൊരു അർജുന് പറയാറുള്ള പെണ്ണുമ്പളെ ഞാനിന്ന് കണ്ടു കേട്ടോ എന്ന് പറയും. അപ്പോൾ അനുപമ വളരെ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് ആരാണ് ആ പെണ്ണ്? അർജുൻ പെണ്ണുമ്പിള എന്ന് പറയുന്നൊരു ഒരാളുണ്ട്, അങ്ങനെ ഒരാളുണ്ട്, അത് ആരാണ് അവൾ എന്ന് അനുപമ ചോദിക്കുമ്പോൾ കാവ്യ പറയും, അത് അഞ്ജലിയാണ്, നിങ്ങളുടെ അനിയത്തി തന്നെയാണത്. നിങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാനായിട്ട് പറ്റുമോ? അപ്പൊ അർജുനൊരു പെണ്ണുണ്ട്, അത് നിങ്ങളുടെ അഞ്ജലിയാണ്, അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഞാനിത് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് വളരെ കലിപ്പടിച്ച് കാവ്യ അനുപമയോട് പറയുന്നത് നമുക്ക് സീനിൽ കാണാം. അത് അഞ്ജലിയാണെന്ന് പ്രൊമോയിൽ പറയുന്നില്ല, പക്ഷെ അഞ്ജലിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അനുപമയോട് ഈ കാവ്യ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയായിരിക്കും പറയാനായിട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും ഈ അനുപമ അത് വിശ്വസിക്കില്ല, അഞ്ജലി തന്നെ ആയിരിക്കുമെന്ന്. അപ്പോഴും തെളിവായിട്ട് ഈ മൊബൈല് റെക്കോർഡ് എടുത്ത് ഉറപ്പായിട്ടും കാവ്യ കാട്ടും കേട്ടോ. നമ്മൾ വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ കണ്ടിരുന്നു ഈ അനുപമേനെ ഈ റെക്കോർഡിങ് ഈ കാവ്യ കാട്ടുന്നു. അപ്പോൾ ഇത് അഞ്ജലി ആണെന്ന് അറിയുമ്പോഴത്തേക്കും ശരിക്കും ഷോക്കഡായി പോകും കേട്ടോ അനുപമയ്ക്ക് ശംഖചക്രം തറവാട്ടിൽ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അഞ്ജലിയും അർജുനും തമ്മിൽ ഒരുമിച്ചാൽ ഒരിക്കലും അത് സാധിക്കില്ല കേട്ടോ. അത് മാത്രമല്ല കാവ്യ ഒരു ഭീഷണി കൂടി അനുപമയ്ക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. നിനക്ക് ശംഖചക്രം തറവാട്ടിൽ തുടരണം എന്നുണ്ടെങ്കിൽ ഈ അഞ്ജലി അർജുൻ ബന്ധം അവസാനിപ്പിക്കേണ്ട നിന്റെ കടമയായിരിക്കണം എന്ന് പറഞ്ഞ ഒരു ഭീഷണി കൂടി മിക്കവാറും കാവ്യ അനുപമയുടെ പറയാനും ചാൻസ് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ കാവ്യയുടെ ഒപ്പം ഈ അനുപമ കൂടും. അഞ്ജലിയും അർജുനും തമ്മിലുള്ള ബന്ധം പൊളിക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് നമുക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും നല്ല എപ്പിസോഡാണ് നാളെ വരാനായിട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നാളെ എപ്പിസോഡിന്റെ റിവ്യൂവും നമ്മൾ ഇടുന്നതാണ്. നമ്മുടെ ചാനൽ കാണുക, വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അത് നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും ടേക്ക് കെയർ. ശുഭരാത്രി.